ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ന്യൂയോർക്കിലെ ഒരു വലിയ സയൻറ്റിസ്റ്റാണ് വില്യം. വില്യം ഫാമിലിയോടൊപ്പം ഒരു പിക്നിക്കിന് പോയി വരുന്ന വഴിക്ക് വില്യത്തിൻ്റെ കാർ ആക്സിഡൻ്റ് ആവുകയും ഫാമിലിയിലെ എല്ലാവരും മരിക്കുകയും ചെയ്യും. എന്നാൽ സയൻറ്റിസ്റ്റായ വില്യം മരിച്ചുപോയ തൻ്റെ ഭാര്യയും കുട്ടികളെയും ക്ലോണിങ്ങിലൂടെ വീണ്ടും ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ സിനിമയിലേക്ക് പോയാലോ? ഇവനാണ് നമ്മുടെ കഥയിലെ ഹീറോ വില്യം. വില്യം ഒരു പരീക്ഷണത്തിലാണ്. മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ മനസ്സ് ഒരു റോബോട്ടിന് വയ്ക്കുന്ന പരീക്ഷണത്തിലാണ് വില്യം. അങ്ങനെ മരിച്ചുപോയ ആ പട്ടാളക്കാരൻ്റെ ബോഡി വില്യത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. വില്യം തൻ്റെ കയ്യിലുള്ള എക്യുപ്മെൻ്റ് വെച്ച് അയാളുടെ കണ്ണ് സ്കാൻ ചെയ്ത് കണ്ണിലൂടെ അയാളുടെ മെമ്മറിയെല്ലാം സേവ് ചെയ്തെടുക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വില്യവും വില്യത്തിൻ്റെ ഫ്രണ്ട് വൈറ്റിലും ഈ പരീക്ഷണത്തിൻ്റെ പിറകെയാണ്. അങ്ങനെ കണ്ണിലൂടെ ആ മരിച്ചുപോയ പട്ടാളക്കാരൻ്റെ മെമ്മറിയെല്ലാം ഒരു പോഡിൽ സേവ് ചെയ്ത ശേഷം ആ റോബോട്ടിൻ്റെ തലയിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ പോകുകയാണ് വില്യം. മെമ്മറി തലച്ചോറിൽ ഇൻസെർട്ട് ചെയ്ത ശേഷം അതിൽ കുറേയധികം മാറ്റങ്ങൾ വരുത്തുകയാണ് വില്യം. അങ്ങനെ എല്ലാം ചെയ്ത ശേഷം അവസാനം ആ റോബോട്ടിനെ ആക്റ്റീവാക്കും. എന്നാൽ ആ റോബോട്ടിനുള്ളിലുള്ള മനുഷ്യൻ പെട്ടെന്ന് തൻ്റെ കൈയൊക്കെ ഇരുമ്പാണെന്ന് കാണുമ്പോൾ അയാൾക്ക് ഭ്രാന്ത് പിടിച്ച് ആ റോബോട്ടിൻ്റെ തലയൊക്കെ വലിച്ചു പൊട്ടിച്ച് അവിടെയുള്ള ആളുകളെ ഉപദ്രവിക്കാനായി തുടങ്ങും. എന്നാൽ വില്യം ഉടനെ വന്ന് അതിൻ്റെ പവർ സപ്ലൈ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് വില്യത്തിൻ്റെ ബോസ് ജോൺ വന്ന് പറയും, എത്ര നാളായി നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പിന്നാലെ നടക്കുന്നു. ഏറ്റവും അവസാനത്തെ ഈ എക്സ്പെരിമെൻറ്റ് ഫ്ലോപ്പായി. വില്യം, നീ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ വലിയ പ്രശ്നമാകും. അങ്ങനെ ഓഫീസ് കഴിഞ്ഞ് വില്യം നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൻ്റെ മുന്നിൽ തന്നെ അവൻ്റെ ഭാര്യ നിൽപ്പുണ്ടായിരുന്നു. വില്യത്തിന് 3 മക്കളാണ്. അങ്ങനെ അപ്പയെ കാണുമ്പോൾ തന്നെ അവർ പറയും, പപ്പ, ഇന്നലെ നമുക്ക് പിക്നിക്കിന് പോകേണ്ടത് എന്ന്. അപ്പോഴേക്കും വില്യത്തിൻ്റെ ഓഫീസിലെ കൂട്ടുകാരനായ വൈറ്റ് അങ്ങോട്ടേക്ക് വരും. വൈറ്റ് ഒരു പയ്യനാണ്. വൈറ്റും വില്യത്തിൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്. വൈറ്റ് വില്യത്തിൻ്റെ വൈഫ് മോനയോട് പറയും ആ എക്സ്പെരിമെൻറ്റ് ഫ്ലോപ്പായി എന്ന്. എന്നാൽ ഡോക്ടർ കൂടിയായ മോന പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ഇത്രയൊക്കെ ആയില്ലേ, എന്തായാലും നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആകുമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഈ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ മകൾ സോയ അവിടെ ഇരിക്കുന്നത് അവർ കാണില്ല. സോയ എന്തോ വരച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സോയയും വണ്ടിയിലേക്ക് കയറ്റി അവർ പിക്നിക്കായി പോകാനായി ഒരുങ്ങുകയാണ്. അങ്ങനെ അവർ യാത്ര തുടരുകയാണ്. രാത്രിയാകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങും, ശക്തമായ കാറ്റും. എന്നാൽ അതേസമയം ഒരു വണ്ടി അവരുടെ നേർക്ക് ഇടിക്കാനായി വരുമ്പോഴേക്കും വില്യം പെട്ടെന്ന് കാറ് വെട്ടിച്ചു മാറ്റുമെങ്കിലും കാറിൻ്റെ നിയന്ത്രണം വിട്ട് അടുത്തുള്ള ഒരു പുഴയിലേക്ക് പോയി മറിയും. അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം വില്യത്തിന് മാത്രം ബോധം വരും. ബോധം വരുമ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവൻ്റെ കുട്ടികളും ഭാര്യയും ഒന്നും അനക്കമില്ലാതെ കിടക്കുകയാണ് എന്ന്. ആ ആക്സിഡൻറ്റിൽ വില്യത്തിൻ്റെ ഭാര്യ മോനയും അവൻ്റെ 3 കുട്ടികളും കൊല്ലപ്പെടുകയാണ്. അവനത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു നേരം ആലോചിച്ചിരുന്ന ശേഷം അവൻ ഫ്രണ്ടായ വൈറ്റിനെ അങ്ങോട്ടേക്ക് വിളിക്കും. വൈറ്റിനോട് ആ മെമ്മറി സ്റ്റോറേജ് ഡിവൈസും എടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഡിവൈസും എടുത്തുകൊണ്ട് വൈറ്റ് താഴേക്ക് വരുമ്പോഴാണ് അവരെല്ലാവരും മരിച്ചു കിടക്കുന്നത് കണ്ട് അവൻ ഞെട്ടിപ്പോകും. എന്നാൽ കരഞ്ഞുകൊണ്ട് വില്യം പറയും, നീ എന്നെ സഹായിച്ചേ പറ്റുള്ളൂ, എൻ്റെ കൂടെ നീ നിൽക്കണമെന്ന്. എന്നിട്ട് ആ മരിച്ചു കിടക്കുന്നവരുടെ തലയിലെല്ലാം ആ ഡിവൈസ് വെച്ച ശേഷം അവരുടെ മെമ്മറി വില്യം സ്റ്റോർ ചെയ്തെടുക്കും. എന്നിട്ട് അവർ 2 പേരും കൂടി അന്ന് രാത്രി ആരും അറിയാതെ അവരുടെ ഓഫീസിലേക്ക് പോയി ക്ലോൺ ചെയ്യാനുള്ള പോഡ്സ് എടുത്തുകൊണ്ട് വരികയാണ്. വില്യം അവൻ്റെ ഫാമിലിയെ വീണ്ടും ക്ലോൺ ചെയ്ത് ഉണ്ടാക്കാനായുള്ള പരീക്ഷണം തുടങ്ങാൻ പോവുകയാണ്. എന്നാൽ ഓഫീസിൽ നിന്ന് ക്ലോൺ ചെയ്യാനുള്ള 2 പോഡ്സ് മാത്രമേ കിട്ടിയുള്ളൂ. വില്യം വൈറ്റിനോട് പറയും, ഇനി നമുക്ക് 3 പോഡ്സും കൂടി ആവശ്യമുണ്ട്. അത് ഗോഡൗണിൽ ഇരിപ്പുണ്ട്. ഗോഡൗണിൽ നിന്ന് നമുക്ക് ആരും അറിയാതെ എടുക്കാമെന്ന്. അതിനുശേഷം വില്യം വിഷമത്തോടു കൂടി വൈറ്റിനോട് പറയും, നീ ഇവരുടെ ബോഡി എവിടെയെങ്കിലും കൊണ്ട് ഡിസ്പോസ് ചെയ്യണം, അതിനെനിക്ക് സാധിക്കില്ല എന്ന്. ആ ബോഡികളെല്ലാം നശിപ്പിച്ച് കളഞ്ഞ ശേഷം അവർ 2 പേരും ഗ്യാരേജിൽ പോയി പോഡ്സ് എടുത്തുകൊണ്ടുവരും. എന്നാൽ അവിടെ നിന്നും അവർക്ക് ഒരു പോഡ് മാത്രമേ കിട്ടിയുള്ളൂ. എന്നാൽ വൈറ്റ് വില്യത്തോട് പറയും, ആകെപ്പാടെ 4 പോഡ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിൻ്റെ ഫാമിലിയിൽ 5 പേരിലെ നീ ആരെങ്കിലും ഒരാളെ മറന്നു കളയണം. നമുക്ക് ക്ലോൺ ചെയ്ത് 4 പേരെ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന്. അച്ഛനായ വില്യത്തിന് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. വില്യം തൻ്റെ 4 മക്കളുടെയും പേര് ഒരു പാത്രത്തിൽ ലോട്ടായി എഴുതിയിട്ട ശേഷം, എനിക്കിതിന് സാധിക്കില്ല, ഈ ലോട്ടിൽ നിന്ന് ആരുടെയെങ്കിലും ഒരാളുടെ പേര് നീ എടുക്കുക, അയാളെ നമുക്ക് ഒഴിവാക്കാമെന്ന് വൈറ്റിനോട് പറയും. എന്നാൽ വൈറ്റും വിഷമത്തോട് പറയും, എനിക്കും കഴിയില്ല, നീ തന്നെ ഒരാളെ ചൂസ് ചെയ്യാൻ. എന്നാൽ ഒരുപാട് സങ്കടത്തോടു കൂടി വില്യം എടുക്കുന്നത് തൻ്റെ ഇളയ മകളായ സോയയുടെ പേരായിരുന്നു. അതിനുശേഷം ബാക്കി 4 പേരുടെയും ക്ലോൺ ഉണ്ടാക്കാനായി അവർ പരീക്ഷണം തുടങ്ങുകയാണ്. എന്നാൽ ഈ എക്സ്പെരിമെൻറ്റ് എത്രമാത്രം സക്സസ് ആകുമെന്ന് അവർക്ക് 2 പേർക്കും അറിയില്ലായിരുന്നു. വൈറ്റ് അപ്പോഴേക്കും വില്യത്തോട് പറയും, ഒരിക്കലും ഈ റൂമിൽ കറണ്ട് പോകാൻ പാടില്ല എന്ന്. ഉടനെ തന്നെ വില്യം എവിടെ നിന്നൊക്കെയോ പോയി കുറേയധികം കാറിൻ്റെ ബാറ്ററി അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വരും. എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത ശേഷം വൈറ്റ് വില്യത്തോട് ചോദിക്കും, അപ്പോൾ സോയയുടെ ഈ മെമ്മറി എന്ത് ചെയ്യുമെന്ന്. കോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സോയയെ നമുക്ക് ക്ലോൺ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സോയയെക്കുറിച്ചുള്ള എല്ലാ മെമ്മറിയും മറ്റുള്ളവരുടെ മെമ്മറിയിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യാമെന്ന്
വില്യം വിഷമത്തോടു കൂടി പറയും. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും വില്യം വീട്ടിലേക്ക് പോകും. വില്യം പോയ ശേഷം തൻ്റെ ഇളയ മകളായ സോയയെക്കുറിച്ചുള്ള എല്ലാ മെമ്മറിയും തൻ്റെ ഭാര്യയുടെയും മറ്റ് 3 മക്കളുടെയും മനസ്സിൽ നിന്ന് വില്യം ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ അന്ന് രാത്രി എക്സ്പെരിമെൻ്റ് റൂമിൽ കിടന്നുറങ്ങുകയാണ് വില്യം. അതിരാവിലെ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് വില്യം പുറത്തേക്ക് വരുമ്പോൾ പോലീസുകാർ വില്യത്തോട് ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ? ഇന്നലെ ഇവിടെയുള്ള കാറിൽ നിന്നെല്ലാം ബാറ്ററീസ് മോഷണം പോയിട്ടുണ്ടെന്ന്. എന്നാൽ വില്യം പറയും, എൻ്റെ കാറിൻ്റെ ബാറ്ററി ഒന്നും പോയിട്ടില്ല എന്ന്. വില്യമായിരുന്നു കഴിഞ്ഞ ദിവസം പവർ സപ്ലൈ പോവാതിരിക്കാൻ വേണ്ടി എല്ലാവരുടെയും കാറിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ചത്. എന്നാൽ അവിടെ നിന്ന് ഓഫീസിലേക്ക് വരുന്ന വൈറ്റിനോട് ബോസായ ജോൺ ചോദിക്കും, എന്താണ് വില്യം വരാത്തത്? വില്യം ഉഴപ്പുകയാണെങ്കിൽ ഈ എക്സ്പെരിമെൻ്റ് ഞാൻ ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യുമെന്ന്. വില്യം അപ്പോഴും ഉറങ്ങാതെ ക്ലോണിങ്ങിനെ പറ്റി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും വൈറ്റ് വില്യത്തെ വിളിച്ച് പറയും, നീ ഓഫീസിൽ വന്നില്ല എങ്കിൽ ബോസ് ഈ എക്സ്പെരിമെൻ്റ് സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. സ്റ്റോപ്പ് ചെയ്താൽ ആ പോർട്സ് എവിടെയെന്ന് നമുക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് വില്യത്തെ ഓഫീസിലേക്ക് വിളിച്ച് വരുത്തും. ഓഫീസിലെത്തിയ വില്യത്തോട് ബോസ് പറയും, നീ എങ്ങനെയെങ്കിലും ഈ പരീക്ഷണം സക്സസ്സിൽ എത്തിച്ചേ പറ്റുള്ളൂ. നിന്നെ കണ്ടാണ് ഞാൻ ഇത്രയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് വില്യം തിരികെ വീട്ടിലേക്ക് വരും. അങ്ങനെ കാറ് പാർക്ക് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴാണ് തൻ്റെ മകളുടെ ട്യൂഷൻ ടീച്ചർ വീട്ടിന് മുന്നിൽ നിൽക്കുന്നത് കാണുന്നത്. ട്യൂഷൻ ടീച്ചർ വില്യത്തോട് പറയും, താങ്കളുടെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു കുട്ടികളെല്ലാവരും അവരുടെ മുത്തച്ഛൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് എന്ന്. വില്യം അകത്തേക്ക് വരുമ്പോൾ വൈറ്റ് പറയും, ഇങ്ങനെ നിൻ്റെ ഭാര്യയെയും കുട്ടികളെയും അന്വേഷിച്ച് പലരും വരും. നിൻ്റെ ഭാര്യ ജോലിക്ക് പോയിട്ട് കുറച്ച് ദിവസമായില്ലേ, അവരെയും അന്വേഷിക്കുന്നുണ്ടാകും. അതുകൊണ്ട് നീ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്തേ പറ്റുള്ളൂ എന്ന്. വില്യം അങ്ങനെ തൻ്റെ ഭാര്യയുടെ മെയിൽ ID എടുത്ത് അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മെസ്സേജ് അയക്കും, താൻ ഇനി കുറച്ച് ദിവസം വരില്ല, ലീവാണെന്ന്. കുട്ടികളുടെ സ്കൂളിലും അവൻ മെയിൽ അയക്കും. അടുത്ത ദിവസം തൻ്റെ ബോസിന് സംശയം തോന്നാതിരിക്കാൻ ഓഫീസിൽ പോയ വില്യം അന്ന് നശിച്ചു പോയ ആ റോബോട്ട് സെറ്റാക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ പോർട്സിനുള്ളിലുള്ള അവൻ്റെ ഭാര്യയും കുട്ടികളുടെയും ശരീരമൊക്കെ വളർന്നു തുടങ്ങുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ താൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ വില്യം എല്ലാ ദിവസവും ആ എക്സ്പെരിമെൻ്റ് റൂമിലിരുന്ന് തനിക്ക് ഒരു തെറ്റും പറ്റാതിരിക്കാനായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം വില്യത്തെ കാണാതിരുന്ന വൈറ്റ് വില്യത്തിൻ്റെ വീട്ടിലേക്ക് വന്ന ശേഷം അവനോട് പറയും, ഈ എക്സ്പെരിമെൻ്റ് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല. ചിലപ്പോൾ നീ ഉണ്ടാക്കുന്ന ക്ലോണിൽ ആർക്കെങ്കിലും വൈകല്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന്. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ 17 ദിവസങ്ങൾക്ക് ശേഷം പൂർണ്ണ വളർച്ചയെത്തിയ അവൻ്റെ വൈഫ് പോഡ് പൊട്ടിച്ച് പുറത്തേക്ക് വരും. അവരെങ്ങനെ ആ പോഡ് ഓപ്പൺ ചെയ്ത് വൈഫിനെ പുറത്തേക്ക് എടുക്കും. ഇത് കാണുമ്പോൾ വൈറ്റ് പറയും, അതെ, നമ്മൾ ചെയ്തത് സക്സസ്ഫുൾ ആയി എന്ന്. എന്നിട്ട് വൈഫിൻ്റെ ബോഡി പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്ന് മെഡിസിനൊക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്യും. അവൻ്റെ മരിച്ചുപോയ വൈഫിനെ അങ്ങനെ അവൻ ക്ലോൺ ചെയ്ത് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം അവൻ അവൻ്റെ വൈഫിനെ നോക്കി നിന്ന ശേഷം അടുത്ത ദിവസം അവൻ്റെ മക്കളെയും പുറത്തേക്കെടുക്കും. എല്ലാവർക്കും കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെങ്കിലും താൻ ചെയ്ത എക്സ്പെരിമെൻ്റ് എത്രത്തോളം സക്സസ് ആകുമെന്ന് മാത്രം അവന് കൃത്യമായി അറിയില്ലായിരുന്നു. അവൻ തൻ്റെ വൈഫ് ശരിയാകുമോ എന്ന് ഓർത്ത് വളരെയധികം ടെൻഷനിലായിരുന്നു. ഓരോ നിമിഷവും അവൻ മോണിറ്ററിൽ നോക്കി അവളുടെ പ്രോഗ്രസ് നോക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ അടുത്ത ദിവസം വില്യത്തിൻ്റെ വീട്ടിലേക്ക് വരുന്ന വൈറ്റിനോട് വില്യം പറയും, ഇതുവരെ നമ്മളുടെ എക്സ്പെരിമെൻ്റ് എല്ലാം സക്സസ് ആണ്. ഇവരുടെ എല്ലാവരുടെയും ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷനും ഹാർട്ട് റേറ്റും എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് പറയും. ഇവരുടെ ഓരോരുത്തരുടെയും ബോഡിയിലേക്ക് മെമ്മറി കയറ്റാൻ സമയമായെന്ന് മനസ്സിലാക്കിയ വൈറ്റ് എല്ലാവരുടെയും ബോഡിയിലേക്ക് അവരുടെ മെമ്മറി ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അങ്ങനെ മെമ്മറി ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ്റെ വൈഫിന് ബോധം വരും. അവൾ എന്തോ സംസാരിച്ച ശേഷം അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് പോകും. അതിനുശേഷം വീട്ടിലേക്ക് പോകാൻ നേരം വൈറ്റ് വില്യത്തോട് പറയും, നീ പേടിക്കേണ്ട, നമ്മുടെ എക്സ്പെരിമെൻ്റ് ഓൾമോസ്റ്റ് സക്സസ് ആണ് എന്ന്. വൈറ്റ് പോയ ശേഷം വീട്ടിനുള്ളിലേക്ക് വരുന്ന വില്യം താൻ ക്ലോൺ ചെയ്തുണ്ടാക്കാത്ത തൻ്റെ മകളായ സോയയുടെ ഡ്രസ്സസും ഫോട്ടോസും വിഷമത്തോടു കൂടി ഒരു പെട്ടിയിലാക്കി അവിടെ നിന്ന് മാറ്റും. എല്ലാം കഴിഞ്ഞ ശേഷം ബോധമില്ലാതെ കിടക്കുന്ന തൻ്റെ ഭാര്യയുടെ അടുത്ത് വന്ന് അവൻ കിടന്നുറങ്ങും. രാവിലെ കണ്ണു തുറക്കുമ്പോൾ അവൻ്റെ ഭാര്യയെ അടുത്ത് കാണില്ല. പേടിച്ചു പോയി അവൻ പുറത്തേക്ക് വരുമ്പോൾ താൻ ക്ലോൺ ചെയ്തെടുത്ത തൻ്റെ ഭാര്യയും കുട്ടികളും എല്ലാവരും വീട്ടിലുണ്ട്. എല്ലാവരും സാധാരണ അവനോട് പെരുമാറുന്നത് പോലെ തന്നെ പെരുമാറി. ഇളയ മകളായ സോയ എന്നൊരാൾ ജീവിച്ചിരിപ്പുള്ളത് പോലും അവർക്ക് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഭാര്യ എന്നിട്ട് ഞാൻ എക്സസൈസിന് പോകുന്നു എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകും. അപ്പോഴും താൻ ചെയ്ത പരീക്ഷണം സക്സസ് ആയി എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്രയധികം സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും വൈറ്റ് അവനെ ഓഫീസിലേക്ക് വിളിക്കും. അവൻ ഉടനെ തന്നെ ഓഫീസിലേക്ക് പോകും. അർജൻറ്റായി തനിക്ക് ഓഫീസിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്നും പറഞ്ഞ് അവൻ ഫാമിലിയോട് യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് ചെല്ലും. ഓഫീസിലെത്തുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവൻ്റെ ബോസ് അവനോട് കലിപ്പിലാണ് എന്ന്. അപ്പോഴേക്കും വൈറ്റ് അവനോട് പറയും, നമുക്കിനി എക്സ്പെരിമെൻ്റ് ചേരാൻ ഡെഡ് ബോഡീസ് ഒന്നും ആരും തരില്ല. കാരണം ഒരു മനുഷ്യനെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ റോബോട്ടാക്കി മാറ്റുമ്പോൾ അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് സ്വന്തം ബോഡിയായ ആ റോബോട്ടിനെ നശിപ്പിച്ച് കളയുന്നതെന്ന്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കിയ വില്യം ആരും കാണാതെ തൻ്റെ മെമ്മറി സ്റ്റോർ ചെയ്യാനായി ആ ഡിവൈസ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് വരും. എന്നിട്ട് സ്വന്തം മെമ്മറി തന്നെ ആ ഡിവൈസിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അവൻ വൈറ്റിനോട് പറയും,
ഇതിൽ സേവ് ചെയ്തിരിക്കുന്നത് എൻ്റെ സ്വന്തം മെമ്മറിയാണ്. ഇനി ഈ മെമ്മറി ആ റോബോട്ടിൽ ഇൻസർട്ട് ചെയ്യുകയാണെങ്കിൽ ആ റോബോട്ടിനെ എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് പറയും. ഓഫീസിലെ പ്രശ്നമെല്ലാം സോൾവ് ചെയ്ത് വീട്ടിലേക്ക് വരുന്ന വില്യത്തോട് വൈഫ് മോന പറയും, അന്നത്തെ പിക്നിക്കിന് പോയി തിരികെ വന്ന ശേഷമുള്ള കുറച്ച് ദിവസത്തെ ഓർമ്മകളൊന്നും എനിക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല, എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന്. എന്നാൽ അവൻ അവളെ സമാധാനിപ്പിച്ച് കിടക്കാനായി പറഞ്ഞുവിടും. എന്നിട്ട് അവൻ തൻ്റെ എക്സ്പെരിമെൻ്റ് റൂമിലേക്ക് വന്ന് തൻ്റെ കുട്ടികളെയും ഭാര്യയും ക്ലോൺ ചെയ്തുണ്ടാക്കിയ അൽഗോരിതം ഒരു ഡിവൈസിലേക്ക് സേവ് ചെയ്യും. എന്നിട്ട് അവൻ റൂമിലേക്ക് പോകുമ്പോൾ തൻ്റെ മകൾ ഇരുന്ന് കരയുന്നത് കാണും. മകൾ പറയും, അച്ഛ അന്ന് പിക്നിക്കിന് പോയപ്പോൾ നമ്മളെല്ലാവരും മരിച്ചുപോയി എന്ന് ഞാൻ സ്വപ്നം കണ്ടു എന്ന്. നീ സമാധാനത്തിൽ ഉറങ്ങൂ എന്ന് പറഞ്ഞ ശേഷം മകൾ ഉറങ്ങിയ ശേഷം അവൻ അവളെ തൻ്റെ എക്സ്പെരിമെൻ്റ് റൂമിലേക്ക് വന്ന് അവളുടെ മെമ്മറിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ അവൻ്റെ വൈഫ് അങ്ങോട്ടേക്ക് വന്ന് നീ എന്താണ് മകളെ ചെയ്യുന്നതെന്ന് ചോദിക്കും. തൻ്റെ ഭാര്യയായ മോണയോട് എല്ലാം പറയാൻ പോവുകയാണ് വില്യം. അന്ന് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ മരിച്ചു, പക്ഷേ ഞാൻ ക്ലോണിങ്ങിലൂടെ നിങ്ങളെല്ലാവരെയും തിരികെ കൊണ്ടുവന്നതാണെന്ന് പറയും. പക്ഷേ അവർക്കൊരു ഇളയ മകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം മാത്രം അവൻ ഭാര്യയോട് പറയില്ല. അങ്ങനെ വില്യം പറഞ്ഞത് മോണ അംഗീകരിച്ച് അവരുടെ ലൈഫ് ഇപ്പോൾ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ ഒരു ദിവസം അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മോന വന്ന് ചോദിക്കും, ഈ സോയ ആരാണ് എപ്പോഴേക്കും വില്യത്തിൻ്റെ ബോസ് അങ്ങോട്ടേക്ക് വന്ന് വില്യത്തോട് പേഴ്സണലായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയും. എന്നിട്ട് വീടിന് പുറത്ത് വന്ന് വില്യത്തോട് പറയും, നീ ക്ലോണിങ്ങിലൂടെയാണ് നിൻ്റെ വൈഫിനെ എല്ലാവരെയും ഉണ്ടാക്കിയതെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഞാൻ പറയുന്നത് പോലെ ആളുകളെ ഉണ്ടാക്കി തരണം, എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കേണ്ട അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറയും. ഗുണ്ടകളെയും കൊണ്ടാണ് അയാൾ വില്യത്തിൻ്റെ വീട്ടിലേക്ക് വന്നത്. എന്നാൽ വില്യത്തിന് കൃത്യമായി അറിയാമായിരുന്നു താൻ ക്ലോണിങ്ങിലൂടെ വൈഫിനെ ഉണ്ടാക്കിയ അൽഗോരിതം ബോസിന് കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ അയാൾ അവരെ എല്ലാവരെയും കൊന്നുകളയുമെന്ന്. അവൻ ഉടനെ തന്നെ ബോസിനെ ഇഞ്ചക്ഷൻ വെച്ച് മയക്കിട്ട് അവൻ തൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് പറയും ഈ അൽഗോരിതം ഉടനെ തന്നെ നശിപ്പിച്ച് കളയണമെന്ന്. എന്നിട്ട് അവൻ അത് മൈക്രോവേവ് ഓവനിൽ വെച്ച് നശിപ്പിച്ച് കളയും. അപ്പോൾ മോണ ചോദിക്കും, നമുക്ക് സോയ എന്ന് പറയുന്ന ഒരു മകൾ ഉണ്ടായിരുന്നോ എന്ന്. അവൻ പറയും, അതേ ഉണ്ടായിരുന്നു, പക്ഷേ അവളെ കൂടി ക്ലോൺ ചെയ്യാനുള്ള പോഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അവളെ ക്ലോൺ ചെയ്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ മെമ്മറിയിൽ നിന്നെല്ലാം അവളെ എറേസ് ചെയ്ത് കളഞ്ഞു, എന്നോട് ക്ഷമിക്ക്, തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് ആദ്യം രക്ഷപ്പെടുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അവർ കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടും. എന്നാൽ ഇതേ സമയം വീട്ടിന് പുറത്തുണ്ടായിരുന്ന ഗുണ്ടകൾക്ക് എന്തോ പന്തികേട് തോന്നും. അപ്പോഴേക്കും ബോസ് ബോധം വന്ന് പുറത്തേക്ക് വരും. അങ്ങനെ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന വഴിക്ക് ബോസ് അകത്തേക്ക് വന്ന് ആ പോഡ് നോക്കുമെങ്കിലും അത് മൈക്രോവേവ് ഓവനിൽ വെച്ച് അവൻ നശിപ്പിച്ചിരുന്നു. എന്നാൽ അപ്പോഴേക്കും അവരെ ഫോളോ ചെയ്ത് അവരുടെ പിന്നാലെ തന്നെ ആ ബോസിൻ്റെ ഗുണ്ടകളുടെ കണ്ണും വെട്ടിച്ച് അടുത്തുള്ള സീപോർട്ടിലേക്കാണ് വില്യം തൻ്റെ ഫാമിലിയെയും കൊണ്ടുവന്നത്. അവരെ അവിടെ കാറിലിരുത്തിയ ശേഷം വില്യം ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി അതിൽ ചാവിയുണ്ടോ എന്ന് നോക്കുമ്പോഴേക്കും ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്ന് വില്യത്തിൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും പിടിച്ചു കൊണ്ടുപോകും. വൈഫിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയാൽ വില്യം അങ്ങോട്ടേക്ക് വരുമെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. തൻ്റെ വൈഫിനെ ഓഫീസിലേക്കാണ് കൊണ്ടുപോയെന്ന് മനസ്സിലാക്കിയ വില്യം അവരെ അന്വേഷിച്ച് ഓഫീസിലേക്ക് വരും. എന്നിട്ട് ബോസിനോട് പറയും, അൽഗോരിതം നഷ്ടപ്പെട്ടു പോയെങ്കിലും നിങ്ങൾക്ക് വേണ്ട അൽഗോരിതം ഞാൻ ഉണ്ടാക്കി തരാം, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊല്ലാതിരുന്നാൽ നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാമെന്ന് അവൻ സമ്മതിക്കും. അങ്ങനെ ഒടുവിൽ അവൻ ആ അൽഗോരിതം വീണ്ടും ഉണ്ടാക്കാനായി പോവുകയാണ്. അങ്ങനെ അവൻ ലാബിലേക്ക് കയറി കുറേ നേരം ട്രൈ ചെയ്ത് ആ അൽഗോരിതം സെറ്റ് ചെയ്യും. പക്ഷേ അവൻ യഥാർത്ഥത്തിൽ ചെയ്തത് ആ പഴയ റോബോട്ടിൻ്റെ തലയിലേക്ക് അവൻ്റെ മെമ്മറി ഇൻസർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ബോസ് അവൻ അൽഗോരിതം സെറ്റ് ചെയ്തു എന്ന് കരുതുമ്പോഴേക്കും അവൻ്റെ തന്നെ ക്ലോണായ ആ റോബോട്ട് അങ്ങോട്ടേക്ക് വന്ന് അവിടെയുള്ള എല്ലാവരെയും അടിച്ചു വീഴ്ത്തും. എന്നാൽ ഇതേ സമയം വില്യമാകട്ടെ തൻ്റെ ഭാര്യയും കുട്ടികളെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് തൻ്റെ കാറിനുള്ളിൽ കയറ്റി സുരക്ഷിതമായി ഇരുത്തിയ ശേഷം ഞാൻ ഇപ്പോൾ വരാമെന്ന് ഭാര്യയോട് പറഞ്ഞ ശേഷം അവൻ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് വരും. അപ്പോഴേക്കും അവൻ്റെ തന്നെ ക്ലോണായ ആ റോബോട്ട് തൻ്റെ ബോസിനെ കൊന്നിരുന്നു. അവൻ ആ റോബോട്ടിനോട് സംസാരിക്കുമ്പോൾ തന്നോട് സംസാരിക്കുന്നത് പോലെ തന്നെ തോന്നി. കാരണം അവൻ്റെ മെമ്മറി തന്നെയായിരുന്നു ആ റോബോട്ടിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ അഡാപ്റ്റർ വെച്ച് ബോസിൻ്റെ മെമ്മറിയും സേവ് ചെയ്തെടുക്കും. ബോസ് മരിച്ച ശേഷം റോബോട്ടിനോട് ഇയാളെ ക്ലോൺ ചെയ്ത ശേഷം ഇയാളുടെ മനസ്സിൽ നിന്ന് എന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്ന് റോബോട്ടിനോട് വില്യം പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു പോകും. വില്യം ഭാര്യയും മക്കളോടൊപ്പം സുഖമായി കഴിയുകയാണ്. അങ്ങനെ ഒരു ദിവസം ഭാര്യ ബീച്ചിൽ നിൽക്കുന്ന സമയത്ത് വില്യം തൻ്റെ മകളെയും ക്ലോൺ ചെയ്ത് ഉണ്ടാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുവരും. അങ്ങനെ ആ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.